കഴിഞ്ഞ ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നു എന്നത്. അതിനുശേഷം ഇവാൻ ആശാൻ ഇതിനെതിരെ മറുത്തു പറഞ്ഞതോടെ ഈ റൂമറുകളെല്ലാം അവസാനിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ദ ബ്രിഡ്ജിൻ്റെ കറസ്പോണ്ടൻ്റായ അശ്വതി സന്തോഷിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നോഹ സദോയുടെ സൈനിങ് പൂർത്തിയാക്കിയതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2 വർഷത്തെ കരാറിൽ നോഹ സദോയെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലെ മറ്റൊരു പ്രധാന ആശങ്കയാണ് നോഹ സദോയി ടീമിലേക്ക് വരുന്നതോടെ ആരാകും ക്ലബിൽ നിന്ന് പുറത്തു പോവുക. അതുപോലെ തന്നെ നോഹ സദോയുടെ വരവോടുകൂടി അഡ്രിയാൻ ലൂണ ക്ലബ്ബ് വിടുമോ എന്നൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലെ ആശങ്ക. ഒരുപാട് റൂമറുകൾ പുറത്തു വരുന്നുണ്ട്. ദിമിത്രോസ് ഡാമൻഡക്കോസ് ക്ലബ്ബ് വിടും, അതുപോലെ തന്നെ അടുത്ത സീസണിൽ ജോഷ്യ സൊട്ടീരിയോ, നോഹ സദോയി, അഡ്രിയാൻ ലൂണ, മിലോസ് ഡ്രിൻസിച്ച്, ദിമിത്രോസ് ഡാമൻഡക്കോസ്, ഒരു പുതിയ സെൻറ്റർ ബാക്ക്, ഇങ്ങനെയാകും അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സ്ക്വാഡ് എന്നൊക്കെയുള്ള ചില റൂമറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സദോയി വരുന്നതോടുകൂടി ആരാകും പുറത്തു പോവുക എന്നതും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഈ അശ്വതി സന്തോഷിൻ്റെ റിപ്പോർട്ട് പ്രകാരം ദിമിത്രോസ് ഡാമൻഡക്കോസിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനുമായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നില്ല, അണിയറയിൽ നടക്കുന്നില്ല എന്നും അശ്വതി സന്തോഷ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ആശങ്ക പടർത്തുന്നുണ്ട്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കറാണ് ദിമിത്രോസ് ഡാമൻഡക്കോസ്.